അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ലഭിക്കുമെന്ന നിയമം മാറാൻ പോവുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അഥവാ ജനനസമയത്തെ പൗരത്വം എന്ന അവകാശത്തിന്മേൽ ഇപ്പോൾ വലിയൊരു പോരാട്ടം നടക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിൻ്റെ നിർണായക നീക്കവും അതിനെതിരെയുള്ള സുപ്രീം കോടതി കേസായ ട്രംപ് വേഴ്സസ് ബാർബറയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്താണ് ഈ കേസിലെ പുതിയ വഴിത്തിരിവ് എന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം ജനിച്ചു വീഴുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രധാന കേസിൽ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോൺഗ്രസ് അംഗം ക്ലോഡിയ ടെന്നി നേതൃത്വം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം നൽകണമെന്നാണ് നിലവിലെ നിയമം. എന്നാൽ നിയമപരമായി അമേരിക്കയിൽ താമസിക്കാത്തവരുടെ കുട്ടികൾക്കും ഈ അവകാശം നൽകണോ എന്നതാണ് ചോദ്യം. ഇതിനെതിരെയാണ് കോൺഗ്രസ് അംഗം ക്ലോഡിയ ടെന്നി രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അവർ പറയുന്നത് അമേരിക്കയിൽ വെറുതെ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം ലഭിക്കില്ല എന്നാണ്. നിയമപരമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം നൽകാവൂ എന്നാണ് അവരുടെ വാദം. 2025 ജനുവരി 20-ന് പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡർ 14160 ആണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അമേരിക്കൻ പൗരത്വമുള്ളവരുടെയോ ഗ്രീൻ കാർഡ് ഉള്ളവരുടെയോ കുട്ടികൾക്ക് മാത്രമേ അമേരിക്കൻ മണ്ണിൽ ജനിച്ചാൽ പൗരത്വം നൽകാവൂ എന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. അനധികൃത കുടിയേറ്റം തടയുന്നതിനും പൗരത്വത്തിന്റെ മൂല്യം സംരക്ഷിക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം. എന്നാൽ ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പല സംസ്ഥാനങ്ങളും കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഈ കേസ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 1-ന് സുപ്രീം കോടതി ഈ നിർണായക കേസിൽ വാദം കേൾക്കും. അമേരിക്കൻ പൗരത്വ നിയമത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന 8 പ്രധാന കേസുകളിൽ ഒന്നാണിത്. പുതുതായി സ്വാതന്ത്ര്യം ലഭിച്ച അടിമകൾക്ക് പൗരത്വം നൽകാനാണ് 14-ാം ഭേദഗതി കൊണ്ടുവന്നതെന്നും അല്ലാതെ നിയമലംഘനം നടത്തി എത്തുന്നവർക്ക് പൗരത്വം നൽകാനല്ലെന്നും ക്ലോഡിയ ടെന്നി ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നു. എന്നാൽ ഇത് നടപ്പിലായാൽ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെയും കുടിയേറ്റക്കാരെയും ഇത് നേരിട്ട് ബാധിക്കും. അമേരിക്കൻ കോൺഗ്രസിന്റെ പൗരത്വം നിർവചിക്കാനുള്ള അധികാരത്തെ കൂടി ഈ കേസ് സ്പർശിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധി അനുകൂലമായാൽ അമേരിക്കൻ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായിരിക്കും ഇത്. എന്തായാലും ലോകം മുഴുവൻ ഏപ്രിൽ 1-ലെ ആ വാദം കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ഈ നിയമം മാറുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജനന സർട്ടിഫിക്കറ്റ് മാത്രം പൗരത്വത്തിന് തെളിവാകില്ല. മാതാപിതാക്കളുടെ വിസ രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരും. കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ഇല്ലാതാവുകയും അവരുടെ മാതാപിതാക്കളുടെ രാജ്യം പൗരത്വം നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ ആ കുട്ടികൾ പൗരത്വമില്ലാത്തവരായി മാറും. H1B, F1 വിസകളിൽ അമേരിക്കയിലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് ആശങ്കയുണ്ടാകും. ഈ കേസിലെ വിധി അമേരിക്കൻ പൗരത്വത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റിയെഴുതിയേക്കാം. 2026 ജൂണിൽ വരുന്ന സുപ്രീം കോടതി വിധി ഇതിൽ അന്തിമ വ്യക്തത നൽകും.